ഇത് ഇപ്പം എം ബഷീർ എന്ന് പറയുന്ന നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള കഥകളി പദങ്ങളൊക്കെ അറിയാവുന്ന നല്ല മിടുക്കനായിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ആരുടെയൊക്കെയോ പ്രേരണയാൽ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പ്രലോഭനങ്ങളാൽ വളരെ നൈസായി വേടനെയും ഗൗരി ലക്ഷ്മിയെയും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങേയറ്റം അസംബന്ധ ജഡിലമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഒരു സംശയവുമില്ല. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അടിസ്ഥാനം എന്താണെന്ന് അറിയാം. പക്ഷേ അടിസ്ഥാനം സംഘപരിവാറിന് വേടനെ കണ്ടിട്ട് അങ്ങോട്ട് കുരുപൊട്ടിയാണ്. ഓക്കെ, സത്യത്തിൽ സംഘപരിവാറിൻ്റെയൊക്കെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നത് ഇതുപോലെയുള്ള ദളിത് കമ്മ്യൂണിറ്റിയിലെ ആളുകളൊക്കെ തന്നെയാണ്. വേടൻ ദളിതനാണ് ഇല്ല എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ വിഷയമാണ്. വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ രാഷ്ട്രീയമാണ്. അപ്പോൾ ആ രാഷ്ട്രീയം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ തോതിൽ ഇവർക്കൊരു പുകച്ചിലുണ്ടായിരുന്നു വേടനെതിരെ തന്നെ. അതിലിപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം.